ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാർത്തകളായിട്ട് വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ നിരോധിത സംഘടനയായതിനു ശേഷവും അവരുടെ സ്ലീപ്പിംഗ് സെൽസ് എല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ അധികം ആരും കൈവെക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്നറിയേണ്ടത്. മറ്റൊന്നുമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ എതിരാളികളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നതാണ് ചോദ്യം. ആ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് കോടതിയിൽ SDPI-കാരുടെ അല്ലെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജാമ്യം കൊടുക്കുന്ന രീതി വന്നപ്പോൾ NIA അത്തരത്തിൽ ജാമ്യം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണ്ട, ജാമ്യം കൊടുത്താൽ അത് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും പ്രശ്നങ്ങളുണ്ടാകും. ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ്, അവർ കൊലപാതകം ചെയ്യുന്ന രീതി, അതിനകത്ത് ഗൗരവത്തിലെടുക്കുന്നത് ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, അതിൽ കൂടുതലും BJP-യുടെയും RSS-ന്റെ നേതാക്കന്മാർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ലിസ്റ്റ് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല, ഇവർ ഇത്രയ്ക്ക് വലിയ ക്രിമിനൽസ് ആണ്, ജാമ്യത്തിന് അർഹരല്ല, രാജ്യത്തിന് വിപത്താണ്. അതാണ് ജാമ്യത്തിനകത്ത് അല്ലെങ്കിൽ കൊടുക്കുന്നതിനെതിരായിട്ട് NIA ഒരുപക്ഷെ കോടതിയിൽ കൊടുത്തത്. പക്ഷെ ഇതിനകത്ത് കോടതിയിൽ പറയുമ്പോൾ ഇവർ ഒരു കൊലപാതകം നടത്തുന്നത് എങ്ങനെ എന്നുള്ള രീതി വിവരിക്കുമ്പോൾ ഈ രീതി ആര് കേട്ടാലും ഞെട്ടിപ്പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇവർ കൊലപാതകങ്ങൾ നടത്തുന്നത്. ഇവർ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് എല്ലാത്തിനും ഒരു പ്രൊഫഷണലിസം, നമ്മൾ ഈ പ്രൊഫഷണലിസം എന്ന് അതിന് പറയാവുന്ന എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു രീതി ഇപ്പൊ ഉദാഹരണത്തിന് ഇതിനകത്ത് പല രീതിയിൽ PFI-ക്കാർ കൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ചിലത് വാളുകൾ ഉപയോഗിച്ച് കൊല്ലുന്നു, ചിലത് കൂടങ്ങൾ ഉപയോഗിച്ച് കൊല്ലുന്നു, ചിലത് കത്തി ഉപയോഗിച്ച് കൊല്ലുന്നു. അങ്ങനെ പല രീതിയിലേക്ക് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ചില കൊലപാതകം ഒരുപക്ഷെ SFI-ക്കാരന്റെ കൊലപാതകം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ ആ കൊലപാതകം ഒരു കടാര ഉപയോഗിച്ചിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കൊലപാതകം അവർക്ക് നടത്തണം, പക്ഷെ ആ കൊലപാതകത്തിന് ആ കൊല കണ്ടാൽ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആ കൊല ചെയ്യപ്പെട്ട ആൾ മരിച്ചു കിടക്കുന്ന കണ്ടാൽ അതിനകത്തൊരു ഭീകരാന്തരീക്ഷം വേണ്ട. കാരണം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ ആ കൊലപാതകത്തിനകത്ത് കൂടുതൽ ചർച്ചയുണ്ടാകും. എന്നാൽ അവർ ഈ പറയുന്നത് പോലെ ചില കൊലപാതകങ്ങൾ വളരെ കൃത്യമായിട്ട് ഭീകര അന്തരീക്ഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിൽ നടത്താറുണ്ട്. അത്തരത്തിൽ നടത്തുന്ന കൊലപാതകങ്ങൾ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ പ്രധാന ശത്രുക്കൾ, അതായത് പ്രധാന ശത്രുക്കൾ എന്ന് അവർ പറയുമ്പോൾ വർഗീയ പാർട്ടി അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പുന്ന അല്ലെങ്കിൽ മതമൂല്യവാദികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണല്ലോ ഇവർ. അപ്പൊ ഇവർ പ്രധാനമായിട്ടും അവർക്കെതിരെ അവർ വിചാരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികൾ, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ശത്രുക്കൾക്കകത്ത് വരുന്നത് ഒരുപക്ഷെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ BJP-ക്കാർ, BJP നേതാക്കന്മാർ, RSS, ഇവരെയൊക്കെ കൊല നടത്തുന്നതിന് വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ആ പ്ലാൻ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീനിവാസൻ കൊലക്കേസ്, ആ കൊലക്കേസ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത കൊലക്കേസ് ആണെന്ന് ഇപ്പൊ NIA പറയും. അപ്പൊ അയാളെ കൊല്ലുന്നതിന് അങ്ങോട്ട് കയറി ചെന്ന് ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി ഒരു ചെറിയ കൊച്ചുകുച്ചാത്തി മതി. പക്ഷേ ആ കൊല്ലുന്നതിന് വേണ്ടി എടുത്ത അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ കൊലക്കേസിനകത്ത് എടുത്ത രീതി എന്ന് പറയുമ്പോൾ കൂടം വെച്ച് തലക്കടിച്ചാണ് ശ്രീനിവാസനെ കൊല്ലുന്നത്. അതൊരു അവരുടെ ഒരു രീതിയാണ്. കൂടം ഉപയോഗിക്കുന്നു, വിവിധ വലിപ്പത്തിലുള്ള കൂടം ഉപയോഗിക്കുന്നു. കാരണം അതിനകത്ത് ആ കൂടം ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അവരുടെ 2 കാൽമുട്ടിനും കൂടം ഉപയോഗിച്ച് അടിച്ച് അയാൾ നിലത്ത് വീഴുന്ന അവസരത്തിൽ ആ വലിയ കൂടം എടുത്ത് തലയുടെ ഉച്ചിക്കടിച്ച്, അതായത് നമ്മൾ ഈ പറയുമല്ലോ, ഉദാഹരണത്തിന് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മൾ തണ്ണിമത്തൻ റോഡിലേക്ക് വലിച്ചെറിയുമ്പോൾ എങ്ങനെ ചിതറും, അതേ രീതിയിൽ കൊലയ്ക്ക് ശേഷം ആ ശവശരീരം കണ്ടാൽ, ആ ബോഡി കണ്ടാൽ ആൾക്കാർക്ക് ഭയപ്പെടുന്ന രീതി, അതായത് ഈ കൊലപാതകത്തിന് ശേഷം ആ മൃതശരീരം കണ്ടാൽ ആരും ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് സ്വന്തം ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അടുത്തോട്ട് ചെല്ലാൻ അറയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുഖഭാവത്തോടു കൂടി മരണപ്പെട്ട് കിടക്കുന്ന ഒരു ശവശരീരമായിട്ടാണ് കാണുന്നത്. ഇതിന് പകരമായിട്ട് വാൾ ഉപയോഗിച്ചാൽ
വാൾ ഉപയോഗിച്ചാൽ തല നമ്മൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനകത്ത് പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരിക്കലും ആ തല തിരിച്ചറിയാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കത്തി ഉപയോഗിച്ച് ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല. അതായത് കൊലപാതകത്തിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും കൂടെ ഉള്ള രീതി, അതേ രീതിയിൽ വെട്ടി ഞുറുക്കി വികൃതമാക്കി കളയും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനിയും ഞങ്ങൾക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടി ആരും തയ്യാറാവരുത്. ഈ കൊലപാതകം കണ്ടാൽ ഇപ്പൊ RSSകാരനായിട്ടുള്ള ഒരാൾ ഈ PFIക്കെതിരെ അല്ലെങ്കിൽ PFIക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ ആണെങ്കിൽ അവർ കൊല ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ ആരും ആലോചിക്കുക പോലും ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു RSSകാരനായിട്ടുള്ള ഒരാൾ ഒരു വീട്ടിൽ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലെ മാതാവും പിതാവർക്ക് വേണ്ടപ്പെട്ടവരും പറയുമോ അങ്ങനെ പോകണ്ട, നിങ്ങൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടാവും. അതായത് ഇതിനകത്ത് PFIക്കെതിരെ നിൽക്കുന്ന ആളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും അവനെ തളർത്തുന്ന രീതിയിലേക്ക് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യും. അതുപോലെ വേറെ കാര്യം നിങ്ങൾക്കറിയോ, വെട്ടുന്നത് നമ്മൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ, നമുക്കറിയാലോ പല രാഷ്ട്രീയ പാർട്ടി വെട്ടുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി വെട്ടിയാൽ KSUക്കാരൻ വെട്ടാറില്ല, പണ്ട് വെട്ടാറുണ്ട്, ഇപ്പൊ എനിക്കറിയത്തില്ല. SFIക്കാരൻ വെട്ടാറുണ്ട്, ABPക്കാരൻ വെട്ടാറുണ്ട്. ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വരുമ്പോ വെട്ടും കുത്തും നടക്കും. അവരിങ്ങനെ വരുന്ന വഴിക്ക് ഒരു വെട്ടിപ്പോവും. അതൊരു പക്ഷെ ഒരു വെട്ട് ആഴത്തുള്ളതായിരിക്കും, അതിന് പോരാ. പക്ഷെ PFIക്കാരനും SDPക്കാരനും വെട്ടുന്നത് അങ്ങനെയല്ല. തെങ്ങിന്റെ കൊത വെട്ടും. ഇവിടെ ഞങ്ങളുടെയൊക്കെ തെങ്ങിന്റെ കൊത വെട്ടുന്നുണ്ട് ചവിട്ടിക്കയറാൻ വേണ്ടി, അതേ രീതിയിൽ വെട്ടിക്കളയും. കാരണം ആ വെട്ട് കണ്ടാൽ പിന്നെ നമ്മൾ ഇറങ്ങത്തില്ല. അതായത് ഭീകരമാണ് ഇത്. ഒരു വെട്ടും ഒരു കൊലപാതകവും അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ആ കൊല മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, ആ കൊലയ്ക്ക് ശേഷം ആ ശവശരീരവും അല്ലെങ്കിൽ അവരുണ്ടാക്കിയ മുറിവുകളും കണ്ടാൽ പോലും വീണ്ടും അവർക്കെതിരെ ഒരു നീക്കം നടത്താൻ മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളും ഉണ്ടാവാത്ത രീതിയിലേക്കുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള മുറിവുകൾ, അത്തരത്തിലേക്കുള്ള ഓപ്പറേഷൻസ് ആണ് ഇവർ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത്. അതിനകത്തൊരു പ്രൊഫഷണലിസം തന്നെയാണ്. ഇപ്പൊ തന്നെ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഇതിനകത്ത് റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തെയാണ് ഇവർ ഇപ്പൊ വിളി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ വിളിക്കുന്നത്. കാരണം ഇവരെടുത്ത് പറയും, നിങ്ങൾ കൊല ചെയ്യുന്ന ആളിന്റെ ലിസ്റ്റ് തരൂ, അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾ കൊലപാതകം നടത്തുന്നത് എന്നത് വിശദീകരിക്കുന്ന ഒരു ചോദ്യാവലി, ഏതാണ്ട് 38 32 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അതിന് ഉത്തരം കൊടുക്കണം. ഏത് വണ്ടി ഉപയോഗിക്കുന്നു, എങ്ങനെ കൊല ചെയ്യുന്നു, കൂടം കൊണ്ടാണോ അല്ലെങ്കിൽ വെട്ടിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗമാണോ, അതെല്ലാം ഈ ചോദ്യം ഉത്തരത്തിനകത്ത് പറയേണ്ടി വരും. അതിനുശേഷം രക്ഷപ്പെടുന്ന രീതി അല്ലെങ്കിൽ അത്തരത്തിൽ അതായത് വളരെ കൃത്യമായിട്ട്. എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ അതിന്റെ ഉന്നതാധികാര സമിതി ഇവനെ അതിനകത്ത് ഉൾപ്പെടുത്തണോ മറ്റയാളെ കൊല്ലുന്നതിന് വേണ്ടി തീരുമാനിക്കും. ഇപ്പൊ എത്ര പ്രൊഫഷണലിസം അതിനകത്തുണ്ടെന്നറിയാം. ഇപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് 2047 അതായത് നമ്മൾ ഈ യുവമാർ എത്ര പേരുണ്ട്, മുസ്ലിങ്ങൾക്കകത്ത് ഒരു 5% 2% പേരേ ഉള്ളല്ലോ. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? കായികമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു 1000 പേരുടെ അകത്ത് വാടാ അല്ലെങ്കിൽ കായികമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന 10 പേരോ 100 പേരോ ഉണ്ടെങ്കിൽ ഈ 1000 പേരെയും ഓടിക്കാൻ ഈ 100 പേർക്കോ 10 പേർക്കോ സാധിക്കും. ഇത് പലയിടത്തും ഉദാഹരണമായിട്ടുണ്ട്. ഏറ്റവും അവസാനം ബംഗ്ലാദേശിലല്ലേ സംഭവിച്ച 50,000 പേര് തൊട്ട് 5 ലക്ഷം പേരാണ് അവിടെ 16 കോടി ജനത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാനിലത്തുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനില് ഈ പറയുന്ന ഇപ്പോഴത്തെ താലിബാൻ ആ രാജ്യം പിടിച്ചെടുക്കുമ്പോൾ അവിടുത്തെ 10% ഇല്ല താലിബാൻ. ആ താലിബാൻ വടിയും കൊണ്ടിറങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വടിയും കൊണ്ടിറങ്ങിയാൽ എത്ര പേര് വരയ്ക്കാത്തൊന്ന് വെളിയിൽ ഇറങ്ങി ഇവനെ എതിർക്കാൻ? വടിയും കൊണ്ട് വരുന്നവൻ നടത്തിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ അവൻ ആ സൈനികമായിട്ടൊരു ബലം. അതായത് അപ്പം വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പം 140 കോടി ജനമുള്ള എങ്ങനെ 2047 ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തി ഇന്ത്യ മഹാരാജ്യം ഇവരാഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനം പിടിക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ ഇതൊക്കെ നടക്കും. വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഇപ്പോഴും ഇവരുടെ ഒരു സ്ലീപ്പിംഗ് സെൽസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ജഡ്ജിക്ക് പോലും സമാധാനപരമായിട്ട് സഞ്ചരിക്കാനോ കൃത്യമായിട്ടൊരു കാര്യത്തിൽ ഒരു വിഷയം എടുത്ത് അതിൻ്റെ കൃത്യമായിട്ടൊരു തീർപ്പ് കൽപ്പിക്കാനോ പറ്റാത്ത വിധത്തിലുള്ളൊരു ഭീഷണിയായിട്ട് ഇപ്പോഴും PFI രാജ്യത്ത് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. അപ്പൊ ജഡ്ജിക്ക് പോലും നല്ലല്ലോ ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ളതല്ലേ വന്നത്. ഇന്ത്യക്ക് ഭീഷണിയല്ലേ 2047 ഈ രാജ്യം മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് കൊണ്ടുവരും, ഇതിനെ മൊത്തം അട്ടിമറിക്കും, ജനാധിപത്യ രീതിയിൽ പോകുന്ന രാജ്യത്തെ അട്ടിമറിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ അവർക്കെതിരെ അവരെ നിരോധിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ തെളിവുകൾ നിരത്തി കൊടുത്തത്. ശേഷം അവരുടെ ജാമ്യത്തിനകത്ത് ഇവരുടെ തെളിവുകൾ ശേഖരിച്ചപ്പോഴേ കൂടുതൽ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടത്. കൊല്ലുന്ന രീതി, കൊല്ലേണ്ട ആൾക്കാരുടെ ലിസ്റ്റ്, അവരെല്ലാത്തിനും തയ്യാറായിരുന്നു. മനസ്സിലാവുന്നുണ്ട്. സായുധമായിട്ടും മറ്റെല്ലാ രീതിയിലും തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് 2047 ഡേറ്റ് അവർ വെച്ചത്.
ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇത്ര ശതമാനം മതി ഒരു രാജ്യത്തെ കീഴടക്കുന്നതിന് വേണ്ടി ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാകുന്ന ആൾക്കാർ ഇത്രയും മതി. കാരണം അവർ തയ്യാറായാണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് അവർക്കെല്ലാം കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ജഡ്ജി അല്ല ആരെയും അവർ കൈകാര്യം ചെയ്യുക. അതിനകത്ത് അവരുടെ ഒരു മിഷന്റെ ഭാഗമാണ്. മനസ്സിലാവുന്നുണ്ട്. ജഡ്ജി അല്ല പ്രധാനമന്ത്രിയെ കിട്ടിയാലും മുഖ്യമന്ത്രിയെ കിട്ടിയാലും നേതാക്കന്മാരെ കിട്ടിയാലും അല്ലെങ്കിൽ ഏത് സംവിധാനത്തിൽ ഇരിക്കുന്നവരെ കിട്ടിയാലും അവരുടെ മിഷന് വേണ്ടി അതെല്ലാം തയ്യാറാണ്. അവർ ഈ സിസ്റ്റത്തെ ഒന്നും അംഗീകരിക്കുന്നില്ലല്ലോ. അവർ വേറെ സിസ്റ്റം, അതിനുശേഷം വേറെ സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കല്ലേ പോകുന്നത്. അപ്പം വളരെ ഭീകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത്, ചൂട്ട് പിടിക്കുന്നത് വോട്ടിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഇപ്പം ഇതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം മുസ്ലിം രാജ്യമാകണമെന്ന് പറയുന്നവന്റെ വോട്ട് പിടിച്ചതിന് ശേഷം വി ഡി സതീശൻ പറഞ്ഞ എന്താണെന്നറിയോ? അവരിപ്പോ അതൊക്കെ മാറ്റിവെച്ചത്. പുള്ളിയോട് പറഞ്ഞിട്ടില്ലേ ഇത് മാറ്റിവെക്കുന്നു. ഇപ്പൊ ആ മാനസികാവസ്ഥയിലൊക്കെ മാറി ഇപ്പൊ വേറെ രീതിയാണ്. ആണോ എന്നിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന PFI കാരനും SDPI കാരനോട് തുലനം ചെയ്യുന്നത് നമ്മൾ RSSന്റെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. അവരുടെ കാര്യം പറയുമ്പോൾ പറയും ഇത് തന്നെയല്ലേ RSS, അതാണോ RSS? RSS രീതിയിൽ രാജ്യത്തെ 150ഓളം രാജ്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലുള്ള RSS ഉണ്ട്. ഏതെങ്കിലും രാജ്യത്തിനകത്തുനിന്ന് ആ രാജ്യത്തിന്റെ ഭരണഘടനയും അതിന്റെ സംവിധാനത്തെയും തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ആയിട്ട് വന്നു നിന്നിട്ടുള്ള ഒരു കേസെങ്കിലും RSSന്റെ പേരിലുണ്ട്. ഇന്ത്യ മാത്രമല്ല RSS ഉള്ളത്. 147 രാജ്യത്ത് RSS ഉണ്ട്. പക്ഷെ ഈ മതമൂല്യവാദികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള PFI കാരന്റെയും അല്ലെങ്കിൽ IS കാരന്റെയും മതമൂല്യവാദികളുടെയും ഒക്കെ ലോകത്തുടനീളം വരുന്ന ക്ലെയിം എന്താ? അവരുടെ പേരിലുള്ള കേസ് എന്താ? എവിടെ ചെന്നാലും ആ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവരുടെ രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഇത് നമ്മൾ വോട്ടിന് വേണ്ടിയും അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇതിന്റെ പുറകിലൊക്കെ വലിയ ഫണ്ടുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫിഗർ നിന്നു കൊടുത്താൽ, ഒരു എഴുത്തുകാരൻ നിന്നു കൊടുത്താൽ, ഒരു സാഹിത്യകാരൻ നിന്നു കൊടുത്താൽ, ഒരു സമൂഹത്തിൽ അറിയാവുന്നത് നിന്നു കൊടുത്താൽ, ഇതിന്റെ ഭാഗം എന്തിന് ശരിയാണെന്ന് പറഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ കോടികൾ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്നു. പല പൊയ്മുഖങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതിന്റെ കാരണവും ഇതാണ്. ഏതായാലും രാജ്യം അതീവ ജാഗ്രതയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് വളരെ മുന്നേ ഒരുങ്ങിയതാണ്. അല്ലെങ്കിൽ ഈ ഒരുക്കങ്ങൾ നടന്നിട്ട് കൊല്ലങ്ങളും കാലങ്ങളുമായി. പക്ഷെ വെളിയിൽ വരാഞ്ഞത് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെയായിരുന്നു ഇതിന്റെ കൂടെ ഉണ്ടായത്. ഏതാണ്ട് 2014 ശേഷമാണ് ഇതിനൊരു വ്യക്തത വരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വന്നത്, അവരെ പിടികൂടാൻ തുടങ്ങിയത്. ഏതായാലും പ്രത്യാശിക്കാം ഇവരുടെ പുറകിൽ ഒരു ഗവൺമെന്റും ഒരു സംവിധാനവും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രത്യാശിക്കാം. ഏതായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ ഉള്ള ക്രിമിനൽസ്, അത്തരത്തിലുള്ള പ്ലാനിങ് ആയിരുന്നു PFIയുടെയും SDPIയുടെയും. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിനെ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സാധ്യത ഇല്ലാതാക്കണമെന്നാണ് NIA കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്.